സർഫസ് ടെൻഷൻ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാപ്പിലറി റൈസ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് തന്നിരിക്കുന്ന ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് കാപ്പിലറി ട്യൂബ്, പോയിൻ്റർ, റിട്ടോർട്ട് സ്റ്റാൻഡ്, ട്രാവലിംഗ് മൈക്രോസ്കോപ്പ്. സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ലിക്വിഡ് ഒരു ബീക്കറിൽ കളക്ട് ചെയ്യുക. ഇവിടെ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം. കാപ്പിലറി ട്യൂബും അതോടൊപ്പം തന്നെയുള്ള പോയിൻ്ററാണ് ഇവിടെ കാണുന്നത്. റിട്ടോർട്ട് സ്റ്റാൻഡിൽ ഒരു കോർക്കിലൂടെയാണ് കാപ്പിലറി ട്യൂബും പോയിൻ്ററും വെർട്ടിക്കലായി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാപ്പിലറി ട്യൂബിൽ എന്തെങ്കിലും എയർ ബബിൾസോ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്സോ ഉണ്ടെങ്കിൽ എക്സ്പെരിമെൻറ്റിന് മുൻപായി ഈ ഒരു റെഡ് ട്യൂബ് സ്ക്യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ എയർ ബബിൾസ് അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്സ് എല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കണം. വാട്ടർ നിറച്ചിട്ടുള്ള ബീക്കർ റിട്ടോർട്ട് സ്റ്റാൻഡിൽ ഒരു വുഡൻ ബ്ലോക്കിന് മുകളിലായി ഈ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്യുക. റിട്ടോർട്ട് സ്റ്റാൻഡിൽ ഈ കാണുന്ന നോബ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കാപ്പിലറി ട്യൂബ് വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യാവുന്നതാണ്. കാപ്പിലറി ട്യൂബ് വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ ഒരു കാപ്പിലറി റൈസും അതുകൂടാതെ മെനിസ്കസ് ഫോം ചെയ്യുന്നത് ഇവിടെ കാണാൻ സാധിക്കും. മെനിസ്കസിനൊപ്പം തന്നെ റെഡ് പോയിൻ്റർ സെറ്റ് ചെയ്തുകൊണ്ട് ട്രാവലിംഗ് മൈക്രോസ്കോപ്പിലൂടെ ഈ ഒരു മെനിസ്കസ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ട്രാവലിംഗ് മൈക്രോസ്കോപ്പിലൂടെ റെഡ് കളർ പോയിൻ്റർ ടിപ്പ് ഫോക്കസ് ചെയ്യാനായി ആദ്യം ശ്രമിക്കുക. കാരണം മെനിസ്കസ് ആദ്യം തന്നെ ഫോക്കസ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. അത് ഒഴിവാക്കാനായിട്ടാണ് ആദ്യം ഈ ഒരു റെഡ് കളർ പോയിൻ്റർ ടിപ്പ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെ കാപ്പിലറി ട്യൂബിലുള്ള മെനിസ്കസും കാണുവാൻ സാധിക്കും. ഇവിടെ കാണുന്ന പോലെ റെഡ് കളറിലുള്ള പോയിൻ്ററിൻ്റെ ടിപ്പ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിലുള്ള ഹൊറിസോണ്ടൽ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു റെഡ് പോയിൻ്ററിന് നേരെയുള്ള കാപ്പിലറി ട്യൂബും കാപ്പിലറി ട്യൂബിലുള്ള മെനിസ്കസും കാണുവാൻ സാധിക്കും. മെനിസ്കസ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെഡ് കളർ പോയിൻ്റർ വാട്ടറിൻ്റെ സർഫസിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഇത് പ്രത്യേകം വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട കാര്യമാണ്. ജസ്റ്റ് ഒന്ന് വാട്ടർ സർഫസിൽ പോയിൻ്റർ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ട്രാവലിംഗ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കിട്ടുന്ന മെനിസ്കസിൻ്റെ വിഷ്വൽസാണ് ഇവിടെ കാണുന്നത്. മെനിസ്കസിൻ്റെ കർവ്ഡ് പോർഷൻ ഹൊറിസോണ്ടൽ ക്രോസ് വെയറായി കോയിൻസൈഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനുവേണ്ടി ട്രാവലിംഗ് മൈക്രോസ്കോപ്പിലുള്ള ഈ ഒരു വെർട്ടിക്കൽ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് യൂസ് ചെയ്യാവുന്നതാണ്. വെർട്ടിക്കൽ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് ഉപയോഗിച്ചുകൊണ്ട് മെനിസ്കസിൻ്റെ കർവ്ഡ് പോർഷൻ ഹൊറിസോണ്ടൽ ക്രോസ് വെയറായി പെർഫെക്റ്റായി കോയിൻസൈഡ് ചെയ്യിക്കുക. ഇതുപോലെ മെനിസ്കസിൻ്റെ കർവ്ഡ് പോർഷൻ ഹൊറിസോണ്ടൽ ക്രോസ് വെയറായി കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിലുള്ള വെർട്ടിക്കൽ സ്കെയിലിൻ്റെ മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ റീഡിങ്ങും നോട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതുപോലെ തന്നെ വാട്ടറിൻ്റെ സർഫസിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിൻ്ററിൻ്റെ ടിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ്ങും ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ നിന്നും മെഷർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പോയിൻ്റർ ടിപ്പിൻ്റെ റീഡിംഗ് എടുക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന വുഡൻ ബ്ലോക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. വുഡൻ ബ്ലോക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ട്രാവലിംഗ് മൈക്രോസ്കോപ്പിലൂടെ പോയിൻ്റർ ടിപ്പിൻ്റെ വെർട്ടിക്കൽ റീഡിങ്സ് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പോയിൻ്ററിൻ്റെ ടിപ്പ് ഈ കാണുന്ന പോലെ ഹൊറിസോണ്ടൽ ക്രോസ് വെയറായി കോയിൻസൈഡ് ചെയ്തുകൊണ്ട് ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ വെർട്ടിക്കൽ സ്കെയിലുള്ള മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ റീഡിങ്ങും നോട്ട് ചെയ്യുക. ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ വെർട്ടിക്കൽ സ്കെയിലിൽ നിന്നും കിട്ടിയ റീഡിങ്സ് ഈ കാണുന്ന പോലെ ടാബുലർ കോളത്തിൽ എൻ്റർ ചെയ്യുക. ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ നിന്നും റീഡിങ്സ് നോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള
ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് എന്ന വീഡിയോ നിർബന്ധമായും കണ്ടിരിക്കണം. ടാബുലർ കോളത്തിൽ മെനിസ്കസിൻ്റെ മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ കോയിൻസിഡൻസും എൻ്റർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ കോയിൻസിഡൻസ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.001 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ പോയിൻ്റർ ടിപ്പിൻ്റെ മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ കോയിൻസിഡൻസും എൻ്റർ ചെയ്തിട്ടുണ്ട്. ദെയർഫോർ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് H = R1 - R2. R1 എന്ന് പറയുന്നത് മെനിസ്കസിൻ്റെ ടോട്ടൽ റീഡിംഗ് ആണ്. R2 എന്ന് പറയുന്നത് പോയിൻ്റർ ടിപ്പിൻ്റെ ടോട്ടൽ റീഡിംഗ് ആണ്. ഈയൊരു സെറ്റ് റീഡിംഗ് കൂടാതെ 2 പ്രാവശ്യം കൂടി എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം കാപ്പിലറി റൈസിൻ്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ റിട്ടോർട്ട് സ്റ്റാൻഡിലുള്ള വാട്ടർ നിറച്ചിട്ടുള്ള ബീക്കർ ഡിഫറൻറ്റ് ഹൈറ്റിൽ അറേഞ്ച് ചെയ്തുകൊണ്ടും എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. കാപ്പിലറി ട്യൂബിൻ്റെ ഇന്നർ റേഡിയസ് അല്ലെങ്കിൽ ബോർ റേഡിയസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനുവേണ്ടി ഈ ഒരു നോബ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കാപ്പിലറി ട്യൂബ് ഹൊറിസോണ്ടലായി ക്ലാമ്പ് ചെയ്യുക. കാപ്പിലറി ട്യൂബ് ഇവിടെ കാണുന്ന പോലെ റിട്ടോർട്ട് സ്റ്റാൻഡിൽ ഹൊറിസോണ്ടലായി ക്ലാമ്പ് ചെയ്തതിന് ശേഷം ട്രാവലിംഗ് മൈക്രോസ്കോപ്പിന് മുൻപിലായി ഇവിടെ കാണുന്ന പോലെ അറേഞ്ച് ചെയ്യുക. കാപ്പിലറി ട്യൂബും ട്രാവലിംഗ് മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും അതുകൂടാതെ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസിലൂടെ നോക്കുമ്പോൾ കാപ്പിലറി ട്യൂബ് നല്ല ക്ലിയറായി കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസിലൂടെ നോക്കുമ്പോൾ കിട്ടുന്ന വിഷ്വൽസാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്രോസ് വയർസായി കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന കാപ്പിലറി ട്യൂബിൻ്റെ പോർഷനാണ് ബോർ എന്ന് പറയുന്നത്. കാപ്പിലറി ട്യൂബിൻ്റെ ഈ കാണുന്ന ബോറിൻ്റെ ഹൊറിസോണ്ടൽ ഡയമീറ്റർ ആൻഡ് വെർട്ടിക്കൽ ഡയമീറ്റർ എങ്ങനെ മെഷർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബോറിൻ്റെ ലെഫ്റ്റ് എഡ്ജ് വെർട്ടിക്കൽ ക്രോസ് വയറായി കോയിൻസൈഡ് ചെയ്തുകൊണ്ട് ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ഹൊറിസോണ്ടൽ സ്കെയിലുള്ള ടോട്ടൽ റീഡിംഗ് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ബോറിൻ്റെ റൈറ്റ് എഡ്ജ് വെർട്ടിക്കൽ ക്രോസ് വയറായി കോയിൻസൈഡ് ചെയ്തുകൊണ്ട് ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ഹൊറിസോണ്ടൽ സ്കെയിലുള്ള ടോട്ടൽ റീഡിംഗ് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബോറിൻ്റെ അപ്പർ എൻഡ് ഹൊറിസോണ്ടൽ ക്രോസ് വയറായി കോയിൻസൈഡ് ചെയ്തുകൊണ്ട് ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ വെർട്ടിക്കൽ സ്കെയിലുള്ള ടോട്ടൽ റീഡിംഗ് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബോറിൻ്റെ ലോവർ എൻഡ് ഹൊറിസോണ്ടൽ ക്രോസ് വയറായി കോയിൻസൈഡ് ചെയ്തുകൊണ്ട് ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ നിന്നും വെർട്ടിക്കൽ സ്കെയിലുള്ള ടോട്ടൽ റീഡിംഗ് നോട്ട് ചെയ്യുക. കിട്ടിയ റീഡിങ്സ് എല്ലാം തന്നെ ഇതുപോലെ ടാബുലർ കോളത്തിൽ നീറ്റായിട്ട് എഴുതുക. കാപ്പിലറി ട്യൂബിൻ്റെ ബോറിൻ്റെ ഹൊറിസോണ്ടൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ നിന്നും കിട്ടിയ ഹൊറിസോണ്ടൽ സ്കെയിലിൽ നിന്നും കിട്ടിയ ലെഫ്റ്റ് എഡ്ജ് റീഡിങ്ങും റൈറ്റ് എഡ്ജ് റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ വെർട്ടിക്കൽ സ്കെയിലിൽ നിന്നും കിട്ടിയ അപ്പർ എൻഡ് റീഡിങ്ങും ലോവർ എൻഡ് റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വെർട്ടിക്കൽ ഡയമീറ്റർ. മീൻ ഡയമീറ്റർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയമീറ്ററിൻ്റെയും വെർട്ടിക്കൽ ഡയമീറ്ററിൻ്റെയും ആവറേജ് വാല്യൂ. 2 പ്രാവശ്യം കൂടി ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കാപ്പിലറി ട്യൂബിൻ്റെ ബോർ ഡയമീറ്ററിൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുക. ആവറേജ് ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. Therefore, the surface tension of the liquid can be calculated using the equation S equals 1/2 into R into H plus R/3 into D into G. ഇവിടെ R എന്ന് പറയുന്നത് കാപ്പിലറി ട്യൂബിൻ്റെ ബോർ റേഡിയസ്, H എന്ന് പറയുന്നത് കാപ്പിലറി റൈസ് ഓഫ് ദി ലിക്വിഡ്, D എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഇവിടെ വാട്ടർ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് 10⁻³ ആയിട്ട് ചൂസ് ചെയ്യാം. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 ആണ്. അതുകൂടാതെ G എന്ന് പറയുന്നത് 9.8 ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി.
കാപ്പിലറി ട്യൂബിൻ്റെ ഇന്നർ ഡയാമീറ്റർ ഒരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എങ്ങനെ മെഷർ ചെയ്യാം എന്നതിന് ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. എക്സ്പെരിമെൻറ്റിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ വളരെ നീറ്റായിട്ട് ഈ കാണുന്ന പോലെ റിസൾട്ട് ആയിട്ട് റെക്കോർഡിൽ എഴുതുക. സർഫസ് ടെൻഷൻ എക്സ്പെരിമെൻറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും താങ്ക് യു ഓൾ.